ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. വളരെ വലിയ ആനന്ദത്തോടെയാണ് നമ്മൾ ഓരോരുത്തരും ഈസ്റ്റർ എല്ലാം നന്നായി നമ്മൾ ആഘോഷിച്ചു. കർത്താവിൻ്റെ ഉദ്ധാന ശക്തിയുടെ അനുഭവത്തിലാണ് നമ്മളെല്ലാവരുമായിരിക്കുന്നത്. ഏറെ പ്രത്യാശയോടെ നമ്മളൊരു കുടുംബമായി ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. 92-ാം സങ്കീർത്തനം 3-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം പറയുന്നു: പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അവിടുത്തെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. പ്രിയ സഹോദര സഹോദരി, എന്തുമാത്രം നന്മകളും അനുഗ്രഹങ്ങളുമാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് ചൊരിഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം അവിടത്തേക്ക് നമ്മോടുള്ള കരുണയാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല നന്മകളും കർത്താവിൻ്റെ കരുണ ഒന്നു മാത്രമാണ്. ഈ തിരിച്ചറിവോടെ നമ്മൾ അല്പസമയം പാടി ആരാധിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. കരമടിച്ച് ആത്മനിറവിൽ നമ്മൾ ഒന്ന് ചേർന്ന് പാടി സ്തുതിക്കുകയാണ്. അനേകം കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുന്ന സമയം, 10,000ങ്ങളിലേക്ക് വചനമയച്ച് ഈശോ നമ്മെ വിശുദ്ധീകരിക്കുകയാണ്. ഇത് കൃപയുടെ മണിക്കൂറുകളാണ്. കരഘോഷത്തോടെ പാടി ആരാധിക്കുന്നു. ഹല്ലേലൂയ, സ്തുതി പാടിയിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ, സ്തുതി എല്ലാവരും ചേർന്ന് പാടുകേ. വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാമയനെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ നമ്മുടെ കർത്താവ് കരുണയുടെ ദൈവമാണ്. സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. കരുണയും ദയയും ഉള്ളവനെ, മനസ്സലിയും മഹാപ്രഭുവേ. അഭിഷേകം പകരുക, 10,000ങ്ങളിലേക്ക് പകരുക. കരങ്ങൾ ഉയർത്തി അടിച്ചു പാടുന്ന എല്ലാവരും ഹല്ലേലൂയ, സ്തുതി പാടിയിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി അടിച്ചു പാടാം. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ഇരു കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി കർത്താവിനെ നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനിൽ പരിശുദ്ധനായ കർത്താവേ, അവിടുത്തെ അത്ഭുതത്തിന്റെ കരങ്ങൾ ജനലക്ഷങ്ങളുടെ മേൽ നീട്ടണമേ. അവിടുത്തെ കരുണയുടെ സമൃദ്ധിയാ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. എല്ലാ അശുദ്ധതയിൽ നിന്നും, പാപമാലിന്യങ്ങളിൽ നിന്നും, ജഡീകതകളിൽ നിന്നും, ലൗകികതകളിൽ നിന്നും കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോക ജനതയുടെ മേൽ കർത്താവിന്റെ കരുണയുടെ തീമഴ പെയ്തിറങ്ങട്ടെ. സകല ജനപദങ്ങളും ദൈവ കരുണയാ രൂപാന്തരപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ കരുണയുടെ തീക്കാറ്റായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവ കരുണയുടെ കൊടുങ്കാറ്റുകളായി ഞങ്ങൾ ഓരോരുത്തരെയും കത്തി ജ്വലിപ്പിക്കണമേ. പിശാചിന്റെ പിടിയിൽ നിന്ന് ആയിരക്കണക്കിന് ആത്മാക്കളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുന്ന വചനത്തിന്റെ ദീപന്തങ്ങളാക്കി മാറ്റണമേ. ഹബിലിയ, ഹബിലിയ, ഹബിലിയ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, മുഖങ്ങൾ ഒടിയട്ടെ, രോഗശക്തികളെ തകരട്ടെ, പാപമുഖങ്ങൾ ഒടിയട്ടെ, സാത്താൻ ആധിപത്യങ്ങൾ ചിന്ന ഭിന്നമാകട്ടെ. കർത്താവിന്റെ കരുണയാ, കർത്താവിന്റെ കരുണയാ ലോകം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. കർത്താവിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചതിനായി, അവിടുത്തെ കരുണയാൽ വിശുദ്ധീകരിച്ചതിനായി,
അങ്ങയുടെ സ്നേഹത്താൽ ജ്വലിപ്പിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു ജീസസ്. ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ കോർത്തു പിടിച്ച് പ്രിയ സഹോദര സഹോദരി, ലോകം മുഴുവന്റെയും വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിശാചിന്റെ പിടിയിൽ അമർന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഓരാത്മാക്കളിലും ദൈവത്തിന്റെ കരുണ നിബദിക്കുവാൻ കരം കോർത്ത് നിലവിളിച്ച് ഹൃദയനുറുക്കത്തോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. ത്രിയേക ദൈവമേ, കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ. കോർത്തു പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിലവിളിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കേ. എല്ലാ ആത്മാക്കളും നിത്യജീവൻ പ്രാപിക്കട്ടെ. ലോകം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. പതിനായിരങ്ങൾ, ജനലക്ഷങ്ങൾ, ജനകോടികൾ കർത്താവിന്റെ കരുണയാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരുണയായിരിക്കണമേ. ദൈവ കരുണയുടെ മാതാവായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ കരുണയാൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈസ്റ്റർ ഞായർ കഴിഞ്ഞു വരുന്ന പുതു ഞായറാഴ്ച ആഗോള സഭയിൽ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ വർഷം ഏപ്രിൽ 27-ാം തീയതിയാണ് ദൈവകരുണയുടെ തിരുനാൾ ആഗോള സഭയിൽ ആചരിക്കുന്നത്. ഏപ്രിൽ 27-ന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. വാഴ്ത്തപ്പെട്ട ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയും വാഴ്ത്തപ്പെട്ട ജോൺ 23-ാമൻ മാർപ്പാപ്പയും വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന വളരെ അനുഗ്രഹീതമായ ദിവസമാണ്. പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വചനത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്: ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. വിശ്വാസ സമൂഹത്തെ നോക്കി അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുകയാണ്: ദൈവത്തിൻ്റെ കാരുണ്യം ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, എന്താണ് ദൈവം നമ്മളോട് കാണിച്ച കാരുണ്യം? നമുക്ക് സുന്ദരമായ ഒരു വീട് തന്നതാണോ? നല്ല ഒരു കാറ് കിട്ടിയതാണോ? ശമ്പളമുള്ള ഒരു ജോലി ലഭിച്ചതാണോ? ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടായതാണോ? ഈ ലോകത്തിൽ ഒരുപാട് ഭൗതികമായ നന്മകളാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടതാണോ ദൈവം നമ്മളോട് കാണിച്ച കാരുണ്യം? ഇതെല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. എന്നാൽ ദൈവം നമ്മളോട് കാണിച്ച കാരുണ്യം ഇതിനേക്കാൾ എത്രയോ വലുതാണ്. അത് വെറും ഒരു ഭൗതികമായ നന്മകളാൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:8 വചനം പറയുന്നു: നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ ദൈവം നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തി. നാം പാപികളായിരിക്കെ തൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്കായി തന്ന്
തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ പിതാവായ ദൈവം നമുക്കെല്ലാവർക്കും രക്ഷ നൽകി. ദൈവം നമുക്ക് നൽകിയ രക്ഷയാണ്, വീണ്ടെടുപ്പാണ്. അവിടുന്ന് നമ്മളോട് കാണിച്ച ഏറ്റവും മഹത്തായ കാരുണ്യം, ദൈവത്തിൻ്റെ കരുണയാണ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ കർത്താവ് എങ്ങനെയുള്ള ദൈവമാണ്? പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. കർത്താവ് ആർദ്രഹൃദയനും കരുണാസമ്പന്നനുമാണ്. കരുണയുള്ള ദൈവമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ദൈവ കരുണയുമായി ഒരുപാട് ബന്ധമുണ്ടായിരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദൈവ കരുണയുടെ മാർപ്പാപ്പയാണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. തൻ്റെ സഭാഭരണ കാലത്ത് ദൈവകരുണയെക്കുറിച്ച് സഭാ മക്കളെ വളരെ ശക്തിയോടെ മാർപ്പാപ്പ പഠിപ്പിച്ചു. ദൈവകരുണയേക്കാൾ കൂടുതൽ മനുഷ്യർക്ക് ആവശ്യമുള്ള ഒന്നുമില്ല. മനുഷ്യനെ അവന്റെ പരിമിതികളിൽ നിന്ന് ദൈവപരിശുദ്ധിയുടെ അനന്തമായ ഉയരങ്ങളിലേക്ക് ഉയർത്തുന്ന ഉദാരവും മനസ്സലിവുള്ളതുമായ സ്നേഹം നമ്മുടെ തലമുറയ്ക്ക് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ക്രിസ്തു തന്നെ പകർന്നു. ദൈവകരുണയുടെ ഈ സന്ദേശം വ്യക്തവും എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതുമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദൈവകരുണയുടെ പ്രേക്ഷിതനായിരുന്നു. മാർപ്പാപ്പയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ പരിപാലന കാണാൻ പറ്റും. മാർപ്പാപ്പ മരിച്ചത് ദൈവകരുണയുടെ തിരുനാൾ ദിവസമാണ്. 2005 ഏപ്രിൽ 2-ാം തീയതിയാണ് വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയത്. പരിശുദ്ധ പിതാവിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത്, സഭ ഉയർത്തിയത് ദൈവകരുണയുടെ തിരുനാൾ ദിവസം തന്നെയാണ്. 2011 മെയ് 1-ാം തീയതി വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വിശുദ്ധ പദവിയിലേക്ക് സഭ ഉയർത്തുന്നതും ദൈവകരുണയുടെ തിരുനാൾ ദിവസമാണ്. ഏപ്രിൽ 27-ാം തീയതി 2014. ഇത് കർത്താവിൻ്റെ പരിപാലനയുടെ വലിയ അടയാളമാണ്. 3-ാം സഹസ്രാബ്ദത്തിലേക്ക് തിരുസഭയെ നവചൈതന്യത്തോടെ നയിക്കുവാൻ തൻ്റെ സഭാഭരണ കാലത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിശക്തമായ 14ഓളം ചാക്രിക ലേഖനങ്ങൾ പുറപ്പെടുവിച്ചു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാക്രിക ലേഖനമായിരുന്നു ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പ്രതിപാദിച്ച ചാക്രിക ലേഖനം, മലയാളത്തിൽ കരുണാസമ്പന്നൻ. ഈ ചാക്രിക ലേഖനത്തിൽ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭാമക്കളെ പഠിപ്പിക്കുകയാണ്. ഈശോയുടെ രക്ഷാകര ദൗത്യത്തിലൂടെ വെളിപ്പെടുന്നത് പിതാവായ ദൈവത്തിൻ്റെ കരുണ തുളുമ്പുന്ന സ്നേഹമാണ്. നമ്മിലുള്ള പാപത്തെയും മരണത്തെയും അതിജീവിക്കുന്നത് ഈ കാരുണ്യ മന്ത്രം കൊണ്ടാണ്. തിരുസഭയ്ക്കും ലോകം മുഴുവനും ഈ കാരുണ്യ സ്പർശനമാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. ഈ ചാക്രിക ലേഖനത്തിന്റെ 8 അധ്യായങ്ങളിലൂടെ ദൈവകരുണയുടെ സന്ദേശമാണ് ലോക ജനതയ്ക്ക് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കൈമാറുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം മറ്റേത് കാലഘട്ടത്തെക്കുളുപരി ദൈവകരുണ വെളിപ്പെടേണ്ട കാലഘട്ടമാണ്. ദൈവകരുണയുടെ അപ്പോസ്തലി എന്ന് സഭ വിശേഷിപ്പിക്കുന്ന വിശുദ്ധയായ മരിയ ഫൗസ്റ്റീനയോട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു: ലോകത്തെ എൻ്റെ അവസാന വരവിന് വേണ്ടി നീ ഒരുക്കണം. ലോകത്തോട് എൻ്റെ കരുണയെപ്പറ്റി സംസാരിക്കുക. അത് അന്ത്യകാലത്തിനുള്ള എൻ്റെ അടയാളമാണ്. അതിനുശേഷം എൻ്റെ നീതിയുടെ ദിനം വരും. എൻ്റെ കരുണയിലേക്ക് ആത്മാക്കളെ തിരികെ കൊണ്ടുവരിക. ഫൗസ്റ്റീനയോട് കർത്താവ് പ്രകാരം പറഞ്ഞു: ഞാൻ പോളണ്ടിനെ അതിയായി സ്നേഹിക്കുന്നു. ആ ഡയറിയിൽ 1732 ഖണ്ഡികയിൽ നമുക്കിത് കാണാൻ പറ്റും.
എന്റെ ലോകത്തെ ഒരുക്കുവാനുള്ള തീപ്പൊരി പോളണ്ടിൽ നിന്ന് വരും, അവളിൽ നിന്ന് വരും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിൽ ഈ പ്രവചനം അനർത്ഥമാകും നമുക്ക് കാണാൻ പറ്റും. കർത്താവായ ക്രിസ്തുവിന്റെ വരവനായി ലോകത്തെ സഭയെ ഒരുക്കുവാൻ പോളണ്ടിൽ നിന്ന് ആ തീപ്പൊരി വന്നു. ആ തീപ്പൊരിയുടെ പേരാണ് ജോൺ പോൾ രണ്ടാമൻ. ആ ഡയറി കുറിപ്പിൽ 965 ഖണ്ഡികയിൽ കർത്താവ് വീണ്ടും സന്ദേശം കൊടുക്കുകയാണ്. ആത്മാക്കളെ എന്റെ വലിയ കരുണയെപ്പറ്റി അറിയിക്കുക, എന്തെന്നാൽ എന്റെ നീതിയുടെ ഭീകരദിനം അടുത്തിരിക്കുന്നു. എന്റെ കരുണയെക്കുറിച്ച് നിങ്ങൾ പ്രഘോഷിക്കുക, എല്ലാ ആത്മാക്കളെയും എന്റെ കരുണയിലേക്ക് തിരികെ കൊണ്ടുവരിക. 1146 ഖണ്ഡികയിൽ കർത്താവ് വീണ്ടും ഫൗഷ്യനോട് സംസാരിക്കുകയാണ്. എന്റെ കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എന്റെ നീതിയുടെ വാതിലിൽ കൂടി കടന്നു പോകേണ്ടി വരും. എത്ര ശക്തമായ സന്ദേശമാണിത്! അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുമാത്രം തീഷ്ണതയോടെ ദൈവ കരുണയെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ പ്രഘോഷിക്കണം. അനേകം ആയിരങ്ങളെ കർത്താവിന്റെ കരുണയിലേക്ക് വഴി നടത്തുവാനുള്ള വലിയ ദൗത്യം സ്വർഗം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുകയാണ്. ഈ ഡയറി കുറിപ്പിൽ തന്നെ 1588 ഖണ്ഡികയിൽ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും, നീതിയുടെ ദിവസത്തിന് മുൻപ് എന്റെ കരുണയുടെ ദിനത്തെ ഞാൻ അയക്കുന്നു. ഈ കാലഘട്ടം വളരെ പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. ഇത് ദൈവ കരുണയുടെ കാലഘട്ടമാണ്. നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ, കർത്താവിന്റെ രക്ഷയിലോട്ട് കടന്നു വരുവാൻ ഈ കാലഘട്ടത്തിന് ത്രിയേക ദൈവം വലിയൊരു അടയാളം തന്നിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ ദൈവകരുണയുടെ അമ്മയാണ്. പരിശുദ്ധ മറിയത്തെ ദൈവകരുണയുടെ അമ്മയായി വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയുണ്ടായി. പരിശുദ്ധ മറിയം ഫൗഷ്യനോട് ഇപ്രകാരം സംസാരിച്ചു, കർത്താവിന്റെ കരുണയെക്കുറിച്ച് നീ ലോകത്തോട് പറയുകയും കരുണയുള്ള രക്ഷകനായിട്ടല്ലാതെ വിധിയാളനായി രണ്ടാമത് അവൻ വരുമ്പോഴേക്കും ജനങ്ങളെ ഒരുക്കുകയും ചെയ്യുക. ആ ദിവസം എത്ര ഭീതിജനകം! സ്വർഗത്തിന്റെ ഉഗ്രകോപത്തിന്റെ ആ ദിവസം, നീതിയുടെ ദിവസം നിർണയിക്കപ്പെട്ടു. മാലാഖമാർ അതിനു മുൻപിൽ വിറയ്ക്കുന്നു. കരുണ ചൊരിയപ്പെടുന്ന ഈ സമയങ്ങളിൽ ഈ കരുണയെപ്പറ്റി ജനത്തോട് സംസാരിക്കുക, ലോകത്തോട് ദൈവത്തിന്റെ കരുണയെപ്പറ്റി സംസാരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വചന ശുശ്രൂഷ നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. കർത്താവിന്റെ കരുണ ലോകം മുഴുവൻ അറിയപ്പെടണം. എന്താണ് ദൈവകരുണയുടെ സവിശേഷത? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വചനത്തിൽ പറയുന്നു, ഒരുവൻ പോലും നശിച്ചു പോകാതെ സകലരും തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ തന്റെ പുത്രനെ ലോകത്തിന് നൽകുവാൻ തക്കവിധം ദൈവ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആരും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കാത്ത സ്നേഹമാണ് കർത്താവിന്റെ കരുണ. അപ്പൊ ദൈവകരുണയുടെ ഒന്നാമത്തെ സവിശേഷത ആരും നശിച്ചു പോകുവാൻ, ആരെയും മാറ്റി നിർത്താത്ത ദൈവത്തിന്റെ സ്നേഹം. ഒരിക്കൽ ഞാൻ ഇപ്രകാരം കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്ത് യോഗ്യതയുണ്ടായിട്ടാണ് നിന്റെ വചനം പ്രഘോഷിക്കാൻ നീ എന്നെ തെരഞ്ഞെടുത്തത്? എന്നേക്കാൾ എത്രയോ വിശുദ്ധിയുള്ള, പ്രാർത്ഥനാ ജീവിതമുള്ള, ഈശോയെ നിന്നോട് ബന്ധമുള്ള അനേകര് എൻ്റെ നാട്ടിലുണ്ട്, എൻ്റെ അതിരൂപതയിലുണ്ട്, എന്തിന് കേരള സഭയിലുണ്ട്. എന്തിനാണ് നീ എന്നെ തെരഞ്ഞെടുത്തത്? നീ എന്ത് കണ്ടിട്ടാ കർത്താവേ നീ എന്നെ തെരഞ്ഞെടുത്തത്? ഞാൻ ആത്മാർത്ഥമായിട്ടൊരു ദിവസം കർത്താവിനോട് ചോദിച്ചതാ. ഈശുപ്രകാരം എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നിൽ കണ്ട യോഗ്യത എന്ന് പറയുന്നത് നിന്റെ അയോഗ്യത തന്നെയാണ്. നിന്റെ അയോഗ്യത തന്നെയാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുവാൻ നിന്നിൽ കണ്ട യോഗ്യത നിന്റെ അയോഗ്യത തന്നെയാണ്. ഇതാണ് കർത്താവിന്റെ കരുണയുടെ ശക്തി. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 9-ാം വചനത്തിൽ വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കർത്താവ് വരുന്നതിൽ താമസം വരുത്തുന്നില്ല. എല്ലാവരും അനുതപിച്ച് നിത്യരക്ഷ പ്രാപിക്കേണ്ടതിന് അവിടുന്ന് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നവെന്നുള്ളൂ. എല്ലാവരും അനുതപിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരുണ.
ഈ കരുണയുടെ ലക്ഷ്യം എന്താണ്? പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് ലേഖനം 2-ാം അധ്യായം 4-ാം വചനത്തിൽ വചനം പറയുന്നു, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവ കരുണയുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിൻ്റെ മാനസാന്തരമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണമാണ്, നമ്മുടെ കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും രൂപാന്തരീകരണമാണ്, ലോക ജനത മുഴുവൻ്റെയും നവീകരണമാണ് ദൈവകരുണയുടെ ലക്ഷ്യം. ഈ കരുണയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ലോക ജനതയോട് നമ്മളിത് പ്രഘോഷിക്കണം. ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ജനകോടികളെ കർത്താവിൻ്റെ കരുണയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. തിരുസഭ ദൈവകരുണയുടെ അപ്പോസ്തലയായി വിശേഷിപ്പിക്കുന്നത് വിശുദ്ധ മരിയ ഫൗസ്റ്റീനയാണ്. 2000 ഏപ്രിൽ 30-ാം തീയതിയാണ് വിശുദ്ധ പദവിയിലേക്ക് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫൗസ്റ്റീനെ ഉയർത്തിയത്. മാർപ്പാപ്പ കടന്നു വരുന്ന നിങ്ങൾ ശ്രദ്ധിച്ച്, പതിനായിരങ്ങളാണ് പങ്കെടുക്കുന്നത്. മാർപ്പാപ്പ ഡിക്ലെയർ ചെയ്യുകയാണ് മരിയ ഫൗസ്റ്റീനയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത്. മൂന്നാം സഹസ്രാബ്ദത്തിന്റെ ആദ്യ വിശുദ്ധയായി തിരുസഭ പ്രഖ്യാപിച്ചത് ദൈവകരുണയുടെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിശുദ്ധ ഫൗസ്റ്റീനയാണ്. സുവിശേഷങ്ങളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഇത് തന്നെയാണ് ദൈവവചനത്തിന് നമ്മോട് പറയാനുള്ളത്. പാപിനിയായ സ്ത്രീ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം വചനത്തിൽ എന്താ വചനം പറയുന്നത്? സ്ത്രീ, ആരും നിന്നെ വിധിച്ചില്ലേ, പോയിക്കൊള്ളുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ആ പാപിനിയായ സ്ത്രീയോട് കർത്താവ് കരുണ കാണിക്കുകയാണ്. നീ എത്രമാത്രം ഘോര പാപിയാണെങ്കിലും, എന്തുമാത്രം തെറ്റുകൾ ചെയ്ത് കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചൊരു വ്യക്തിയാണ് നീ എങ്കിലും നീ കുറ്റബോധത്തിലിരിക്കേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ കരുണ അതിനേക്കാൾ എത്രയോ എത്രയോ വലുതാണ്. ഇത് അനേകർ പലപ്പോഴും ഇപ്രകാരം എന്നോട് ചോദിക്കാറുണ്ട്, സഹോദര, ഞങ്ങൾക്ക് കർത്താവിൻ്റെ കരുണ ലഭിക്കൂ? ഞങ്ങൾ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, 10 പ്രമാണങ്ങൾ ഞങ്ങൾ ലംഘിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് അശുദ്ധമായ തിന്മകൾ അരങ്ങേറിയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലോട്ടുണ്ടോ ദൈവത്തിൻ്റെ കരുണ കടന്നു വരുന്നു? ഞങ്ങളുടെ തലമുറകളിലേക്ക് കർത്താവിൻ്റെ കൃപ ഒഴുകപ്പെടൂ? ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ പറ്റൂ? അനേകർ കുറ്റബോധത്തോടെ, വേദനയോടെ ചോദിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷയിലും ഇതുപോലെ ആരെങ്കിലും വേദനിച്ചിരിക്കുന്നുവെങ്കിൽ, ഞാൻ പാപിയാണല്ലോ, കർത്താവിൻ്റെ കരുണ എനിക്ക് ലഭിക്കൂ, കർത്താവിൻ്റെ കൃപയിൽ വളരാൻ എനിക്ക് കഴിയുമോ, ഞാൻ അതുപോലെ പാപം ചെയ്ത വ്യക്തിയാണല്ലോ എന്ന് ചിന്തിച്ച് കുറ്റബോധത്തിന് പിടിയിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് കർത്താവ് നിങ്ങൾക്കായി നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തേക്കാൾ എത്രയോ വലുതാണ് കർത്താവിൻ്റെ കരുണ. കർത്താവെ, തെറ്റിപ്പോയി, നമ്മളൊന്ന് അനുതപിച്ചാൽ മതി, നമ്മുടെ സകല പാപങ്ങളെയും കഴുകി ശുദ്ധീകരിക്കാൻ മതിയായൊരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. വരുവിൻ, നമുക്ക് രമ്യപ്പെടാം. എന്താ വചനം പഠിപ്പിക്കുന്നത്? നിന്റെ പാപം കടും ചുവപ്പാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർക്കും, അത് രക്തവർണ്ണമെങ്കിലും ഞാൻ കമ്പിളി പോലെ വെളുപ്പിക്കും. സഹോദര, സഹോദരി, ഒരു ഗിൽറ്റി ഫീലിംഗിൽ നീ ആയിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവ് കരുണാസമ്പന്നനും ആർദ്രഹൃദയനുമാണ്. അവൻ്റെ കരുണയിലേക്ക് നമ്മുടെ ആത്മാക്കൾ മുക്കിയെടുക്ക്. അനേകം ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ച് മുട്ടുകുത്തി കൈവിരിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിലൂടെ കർത്താവ് പ്രവർത്തിക്കും. ലൂക്കായുടെ സുവിശേഷം 23 വാ, 42-43 വചനങ്ങൾ. ആ കള്ളനെ നോക്കി കർത്താവ് എന്താ പറഞ്ഞത്? ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. ആരെയും മാറ്റി നിർത്താത്ത കർത്താവിൻ്റെ കരുണ. പ്രിയപ്പെട്ടവരെ, ഈ കരുണയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, സഭാ സമൂഹങ്ങളെ സമർപ്പിക്കാം. ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാ ജനപദങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന് കരുണയുടെ പുതപ്പ് കൊണ്ട് പരിശുദ്ധാത്മാവ് ലോക ജനതയെ മറയ്ക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് കർത്താവ് നൽകുന്ന അഭിഷേകം സ്വീകരിക്കുകയാണ്. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ
കരുണയുണ്ടാകേണമേ. 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 എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവകരുണയുടെ തിരുനാൾ ആശംസിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയുടെ പ്രേക്ഷിതരായി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും നിങ്ങൾ ഓരോരുത്തരെയും കരുണാസമ്പന്നനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവേ, ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന അവിടുത്തെ കരുണയോർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇരുകരങ്ങളെ യാചനാപൂർവം കർത്താവിന്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച് നിലവിളിച്ചു പ്രാർത്ഥിക്കുക. ലോക ജനതയുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി എല്ലാ ജനപദങ്ങളിലും കർത്താവിന്റെ കരുണയുടെ തീ പെരുമഴ പോലെ പെയ്തിറങ്ങുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയായിരിക്കണമേ ലോക ജനതയുടെ മേൽ, എല്ലാ ജനപദങ്ങളുടെ മേൽ, നശിച്ചുകൊണ്ടിരിക്കുന്ന ഓരാത്മാക്കളുടെ മേലും കർത്താവേ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയോട് ചേർന്ന് ഇരുകരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. ദൈവ കരുണയുടെ തീക്കാറ്റായി ലോകം മുഴുവനിലും, ആഗോള സഭയിലും, എല്ലാ കുടുംബങ്ങളിലും, ഈ പുതിയ തലമുറയിലും പരിശുദ്ധാത്മാവിന്റെ തീ കത്തിപ്പടരട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കരുണ ഈ തലമുറയുടെ മേൽ പെയ്തിറങ്ങട്ടെ. ഓരാത്മാവിലും കർത്താവിന്റെ കരുണ പതിക്കട്ടെ. അശുദ്ധിയുടെ, ലൗകികതയുടെ, ഭൗതികതയുടെ, എല്ലാവിധത്തിലുള്ള ജഡീകതകളുടെ, അശ്ലീലതകളുടെ, അവിഹിത വേക്ഷകളുടെ പാപസ്വാധീനങ്ങളിൽ നിന്ന് ഓരാത്മാവും ഈ ആരാധന ശുശ്രൂഷയിലൂടെ വിടുതൽ പ്രാപിച്ച് വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അടുത്ത ആഴ്ച കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ദൈവിക ജ്ഞാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരിക. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ